ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിലെ കരൺ അവന്റെ ബാഗുമായിട്ടൊക്കെ ആച്ചിയുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. വന്നിരുന്ന പടം തന്നെ ആച്ചിയുടെ സോറി ചോദിക്കുന്നുണ്ട് അവന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അവന്റെ ചേച്ചി കാണുമല്ലോ ഇനി ഇങ്ങനെ ഒരു പ്രശ്നത്തിലായെന്ന് ചോദിച്ചുകൊണ്ട് ഒന്നും കുഴപ്പമില്ല, ഇത് നിന്റെ സ്വന്തം വീടായിട്ട് കണ്ടോ, എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് ആച്ചി പറയുമ്പോഴേ അങ്ങനെ അല്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് താമസം മാറ്റാന്ന് നമ്മുടെ കരണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ നോക്കിയ നൈറ്റ് ആണ്, നമുക്ക് ഇതിനെ പറ്റിയിട്ട് നാളെ രാവിലെ സംസാരിക്കാം. അതൊക്കെ ഞാൻ ബെഡ് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ആച്ചയാണെങ്കിൽ ബ്ലാങ്കറ്റ് എടുത്തോണ്ട് എഴുന്നേൽക്കുമ്പോൾ അവൻ ഒരുമാതിരി ലൈറ്റായിട്ട് തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ കരൺ പെട്ടെന്ന് തന്നെ അവനെ വന്ന് പിടിച്ചിട്ട് എന്ത് പറ്റി ആച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അവനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ അടിക്കുന്നുണ്ട്. നിനക്ക് നല്ല തന്നെ പനിയുണ്ട്, വാ നിന്നെ ഞാൻ കൊണ്ടുപോയി കിടത്താന്ന് പറഞ്ഞിട്ട് മേളിത്തെ റൂമിൽ കൊണ്ടുപോയി കിടത്തുവാണ്. അങ്ങനെ നമ്മുടെ ആച്ചി ഉറങ്ങുന്നിടം വരെ കരൺ ഇങ്ങനെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നിനക്കെല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ആച്ചയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് എവിടേക്കും പോകല്ലേ എന്ന് പകുതി മയക്കത്തി പറയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് എന്നിട്ട് ഞാൻ എവിടേക്കും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആച്ചി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കണ്ണാണെങ്കിൽ അങ്ങനെ അങ്ങ് താഴ്ത്തിരുന്ന് ആച്ചിയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നതാണ്. നീ ഇന്നലെ നൈറ്റ് ഫുള്ള് ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങിയെന്ന് ആച്ചി ചോദിക്കുമ്പോൾ കരൺ എഴുന്നേൽക്കുന്നുണ്ട്. നീ എഴുന്നേറ്റു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ എപ്പോഴും നിന്നെ തന്നെ ശ്രദ്ധിക്കണം. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അസുഖം വരുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കാര്യം ചെയ്യ്, നീ എഴുന്നേറ്റ് പോയിച്ചെന്ന് ബ്രഷ് ചെയ്തിട്ട് വാ, ഞാൻ പോയിച്ചെന്ന് നിനക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാം, അതിനുശേഷം മെഡിസിൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആച്ചി ചെറുതായിട്ടൊക്കെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകേണ്ടി ഒരുങ്ങി ഇറങ്ങുവാണ്. കരൺ ചോദിക്കുന്നുണ്ട് ആച്ചി അടുത്ത് നീ ഓക്കെ ആണോ എന്നൊക്കെ. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് സംസാരിച്ച് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു ആൻറ്റിയെ, ഒരു ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ആച്ചി വിളിക്കുന്നുണ്ട്. ആച്ചിയെ വിളിച്ച പടം തന്നെ അവന് കഴിക്കാനുള്ള ഫുഡും കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഈ ടെമ്പിളിലൊക്കെ കിട്ടുന്ന ഫുഡാണെന്ന് തോന്നുന്നു. അതെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്ത പാടെ തന്നെ ഇതാരാ പുതിയൊരു ഫ്രണ്ട്, ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കരണിനെ നോക്കി ചോദിക്കുമ്പോൾ അതോ ഇതെൻ്റെ കോവർക്കറാണ്, എൻ്റെ ഫ്രണ്ടാണ്, ഇവൻ്റെ പേര് കരൺ എന്നാണെന്നൊക്കെ ആച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൻറ്റി ആണെങ്കിൽ ഭയങ്കര ഹാൻസം ബോയ് ആണെന്ന് തോന്നുന്നല്ലോ, നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ക്ലംസി ആയിട്ടുള്ള പീപ്പിളിൻ്റെ ഫ്രണ്ടായിട്ടുള്ളത്. നോക്കിയേ ഈ ഒരു ആശിക്കാന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല, 30 വയസ്സ് കഴിഞ്ഞ് എന്നിട്ട് ഇതുവരെ അവന് പ്രൊമോഷൻ പോലും കിട്ടില്ല, ഇനി ഇതൊക്കെ എന്നാ നടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആച്ചി ഒരുമായി തരം താഴ്ത്തി അങ്ങ് സംസാരിക്കുകയാണ്. ഇതേക്കുന്ന കാരണമെന്നുണ്ടെങ്കിൽ ആൻറ്റി വിചാരിക്കും പോലെ ഒന്നുമല്ല ആച്ചിയാണ് ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ പ്രോജക്റ്റില്ലേ ഒരു ഐഡിയ ആച്ചിയുടെ ഐഡിയ ആണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ അത്രയ്ക്ക് റെസ്പോൺസിബിൾ ഇല്ലാത്ത ഒരാളല്ല ആച്ചി എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ആച്ചി ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ, എന്നിട്ട് നീ ഇതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കാരണമാണെന്നുണ്ടെങ്കിൽ ആൻറ്റിയെ പിന്നെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളാണ്, നിങ്ങൾ ആച്ചിയെ നന്നായിട്ട് കെയർ ചെയ്യുന്ന കാരണമാണ് അവനിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന്. ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അവൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ അവനിങ്ങനെയുള്ള അംഗീകാരമൊക്കെ കിട്ടുന്നത്. അതേപോലെ തന്നെ നിന്നെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ്, നിങ്ങൾ പരസ്പരം കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ ബോട്ട് കയറാനുള്ള പാസ്സൊക്കെ എടുക്കുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ബോട്ട് കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാരണം അവൻ്റെ മൈൻഡിൽ പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചിക്ക് കേൾക്കാൻ പറ്റിയാണ്. ഇവൻ ഇങ്ങനെ ഒരു വശം ഉണ്ടോയെന്ന് പറഞ്ഞ് ആച്ചി ഇങ്ങനെ തിങ്ക് ചെയ്തിരിക്കുമ്പോൾ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ട് കയറുന്നത്, നിനക്കത് അറിയുമെന്നോട് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി ആണെങ്കിൽ നീ ഫസ്റ്റ് ടൈമാണോ ബോട്ട് കയറുന്നത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്, മുമ്പൊരിക്കലും ഞാൻ കയറിയിട്ടില്ല, എനിക്ക് എന്നും ഇങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ കാരൻ പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ഡെയിലി പോകുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആച്ചിയുടെ മുഖത്തേക്ക് പെട്ടെന്ന് വെള്ളം അടിക്കുന്നുണ്ട്. വെള്ളം അടിക്കുമ്പോൾ അവൻ പെട്ടെന്ന് നമ്മുടെ കരൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ ആച്ചിയെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര റൊമാൻറ്റിക് ലുക്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കരൻ്റെ മൈൻഡിൽ ഈ ബോട്ട് യാത്ര എത്ര അധികം റൊമാൻറ്റിക് ആണെന്ന് പറയാണ്. ഇതേക്കുന്ന ആച്ചിക്ക് അപ്പോഴാണ് ബോധം വരുന്നത്, അവൻ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. അപ്പം നമ്മുടെ കരൻ്റെ മൈൻഡിൽ പിന്നെയും ആച്ചിയായിട്ടുള്ള ആദ്യത്തെ ബോട്ട് യാത്രയായിരുന്നു, എന്ത് ചെയ്യാനാണ്, എനിക്കൊരു സെൽഫി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനത് എങ്ങനെയാണ് ആച്ചിയെടുത്ത് ചോദിക്കുക, എനിക്ക് ഈ ഒരു മൊമെന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണമായിരുന്നു, ഞാനിപ്പോൾ എങ്ങനെ അവൻ്റെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേ ഇത് നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. ആച്ചിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു പാസ് ഉണ്ടായിരുന്നല്ലോ, ഒരു പാസ് എടുത്തിട്ട് ചെറിയൊരു വള്ളം പോലെ ഉണ്ടാക്കിയിട്ട് അത് നേരെ കരണിന് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നിൻ്റെ ഫസ്റ്റ് ബോട്ട് യാത്രയല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് എന്തെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടേ, ഇന്ന് ഇത് വെച്ചതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആച്ചി ഡെയിലി രാവിലെ പോയി ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് വെച്ചിരുന്ന് നമ്മൾ ആച്ചിക്കും കരണിനുള്ള ഫുഡ് വാങ്ങിക്കുന്നുണ്ട്. ഫുഡും വാങ്ങിച്ചുകൊണ്ട് രണ്ടുപേരും ഒരിടത്തേക്ക് വന്നിരിക്കുമ്പോൾ കരൻ്റെ അടുത്ത് അത് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. കരൺ ആകപ്പാടും പഠിച്ചാണ് അത് കഴിക്കുന്നത്. പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആച്ചിയുടെ അടുത്ത് പറയുമ്പോൾ ഈ ഒരു പ്ലേസിൽ ഞാൻ മാത്രമേ വരാറുള്ളൂ, ഇതെൻ്റെ സീക്രട്ട് പ്ലേസ് ആണ്, ഇവിടെ മുമ്പൊന്നും ആരെയും കൊണ്ടുവന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഒരാളെ കൊണ്ടുവരുന്നതെന്ന് ആച്ചി പറയുമ്പോൾ നമ്മുടെ കരൻ്റെ മൈൻഡിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആച്ചിയാണെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൻ്റെ മൈൻഡിൽ ഇതുവരെ ആച്ചി ഇവിടേക്ക് ആരെയും കൊണ്ടുവന്നിട്ടില്ലെന്നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ മൈൻഡിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും, അതുകൊണ്ടല്ലേ എന്നെ മാത്രം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേന്ന്. ഇത് മനസ്സിൽ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ ആച്ചിയെടുത്ത് പറയുന്നുണ്ട് മെഡിസിൻ കഴിക്കാൻ മറക്കണ്ടാന്ന്. ഇത് കേട്ട പാടെ തന്നെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ബാഗ് തപ്പി നോക്കുന്നുണ്ട് മെഡിസിന്. അപ്പോൾ തന്നെ കരൻ്റെ ബാഗിനകത്ത് നിന്ന് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. നീ ഇത്
വീട്ടിൽ വെച്ച് മറന്ന് ഞാനിത് എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൊടുത്തിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇന്നലെ നൈറ്റ് ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നെന്ന് ആച്ചി ചോദിക്കുമ്പോൾ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് തന്നെ ഉറങ്ങിയെന്നാണ് അവൻ്റെ മറുപടി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, നീ വീട്ടിൽ സ്ഥിരമാക്കിക്കൊള്ളാൻ പറയാണ്. ഇത് കേൾക്കുന്ന കരണമെന്നുണ്ടെങ്കിൽ നീ ഷുവറായിട്ടാണോ പറയുന്നത്? ഞാൻ ഓക്കെയാണ്, എന്തായാലും ചേച്ചി നിന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നു തോന്നില്ല, അതുവരെ നീ സ്റ്റേ ചെയ്തോളാൻ പറയാണ്. അപ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഫസ്റ്റൊക്കെ കരൺ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോഴേ എനിക്ക് സ്ട്രേഞ്ച് ആയിട്ടായിരുന്നു ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ അതിലൊക്കെ കംഫർട്ടബിൾ ആണ്. ഈ ഒരു ഫീലിങ്സിനെ എന്ത് പേരിട്ട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാനൊരു ഫീലിങ്സിൽ ഓക്കെ ആണെന്ന് ഇതും പറഞ്ഞിട്ട് അവൻ ആ ഒരു മെഡിസിൻ കഴിച്ചിട്ട് വെള്ളം തിരികെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടൊരു കൈ തമ്മിൽ ടച്ച് ആവാണ്. അപ്പോൾ നമ്മുടെ കരണ്ട് മൈൻഡിൽ അയ്യോ ഞാൻ ഭയങ്കര അത് എക്സൈറ്റഡ് ആണ്, ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മാരേജിന് മുമ്പ് എങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെ ആയിരിക്കും. അയ്യോ എനിക്ക് ചിന്തിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കുറേ അധികം ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഈ ഇമാജിൻ എന്നൊക്കെ പറയുന്നത് പരസ്പരം ടൈ കെട്ടി കൊടുക്കുന്നത്, സെൽഫി എടുക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്, റൊമാൻസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ കേൾക്കുന്ന ആശ്ചര്യം മൈൻഡിൽ ഇവൻ എന്തൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത്, ഇവന് ഇത്രയ്ക്ക് വൈഡായിട്ടൊക്കെ തിങ്ക് ചെയ്യാൻ അറിയാവുന്നത്. പക്ഷെ നമ്മുടെ കരൺ ഇത് കുറച്ച് മുമ്പേ തിങ്ക് ചെയ്ത കാര്യം നമ്മൾ ആച്ചി അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു കരൺ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ഇവിടെ കാണിക്കുന്ന ജിൻഡയാണെങ്കിൽ മിന്നിന്റെ പ്രാക്ടീസിങ് വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുകയാണ്. അവൻ ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നൊക്കെ നമ്മുടെ മാഡം ന്യൂ എടുത്ത് സംസാരിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഡോറ് തുറന്നപ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ ഇവനെ കണ്ട പാടെ തന്നെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ താഴെ വന്നപ്പോൾ തൊട്ട് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ജിൻഡയുടെ മൈൻഡിൽ അയ്യോ ഞാൻ ഈ പാട്ട് കേട്ട് ആരും മിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ മിന്നെ എന്തോ ചിന്തിക്കും, ഞാൻ ഒരു സൈക്കോ ഫാനെന്നല്ലേ അവൻ ചിന്തിക്കുന്നത്. അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻഡയുടെ മറുപടി ഞാൻ പാട്ട് കേൾക്കാനോ, ഞാനൊരു വർക്കറാണ്, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല, ഇത്ര നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കാറില്ല. ഒരാട് കയറി വന്ന് അല്ല ഞാൻ ഇതൊന്നും കേൾക്കത്തില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കര സാഡായിട്ട് അവനാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ആ ഒരു പാഴ്സൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. പാഴ്സൽ കൊടുക്കുമ്പോഴേ രണ്ടൊരു കൈ തമ്മിൽ ടച്ച് ആയിട്ട് നമ്മുടെ മിന്നിന്റെ മൈൻഡിൽ അയ്യോ ഞാനിപ്പോൾ എന്തോ ചെയ്യും, എൻ്റെ പ്രാക്ടീസ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ജിൻഡയെ വിളിക്കാനിരുന്നതാണ്, അയാളിപ്പോൾ ബിസിയാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറയുമ്പോഴേ നമ്മുടെ ജിൻഡയുടെ ആരും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അയ്യോ വട പോച്ച് ആ ഒരു രീതി നിൽക്കുകയാണ് അവന്. അപ്പോൾ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ പാഴ്സൽ കൊടുത്തിട്ട് പിന്നെ ഓക്കെ നിങ്ങൾ ബിസിയല്ലേ, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ജിൻഡയാന്നുണ്ടെങ്കിൽ അയ്യോ ഒന്ന് നിന്ന് അല്ലെങ്കിൽ ജിൻഡ നീ ഇങ്ങനെ തന്നെയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളവളാന്നങ്ങ് സംസാരിച്ചോളൂ, ഇനിയിപ്പോൾ എന്തോ ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു പാഴ്സൽ എടുത്ത് തലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഓഫീസ് കഴിയാറായ ടൈമിൽ കരൺ വന്നിട്ട് ആച്ചിയടിച്ച് ചോദിക്കുന്നുണ്ട് ഓഫീസ് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് പോകാമെന്ന്. അപ്പോൾ നമ്മൾ ആച്ചിയുടെ മൈൻഡിൽ കരൺ തിങ്ക് ചെയ്യുന്നത് ഒരു മാരീഡ് ലൈഫാണ്. അത് അറിഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്ത് എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ എന്തോ ചെയ്യും. നമ്മുടെ ആച്ചിക്ക് ആക്ച്വലി കരൻ്റെ മൈൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് അറിഞ്ഞതിന് ശേഷം അവന് ശരിക്കും നന്നായിട്ട് തന്നെ പേടിയുണ്ട്. അത് കാരണം അവൻ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ആവാണ്. എന്നാൽ പിന്നെ ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടക്കം ഒരുമിച്ച് പോകുമെന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ ഭാഗ്യം ഇങ്ങനെ റൂൾസ് ഇവിടെ വെച്ചത്, ബോസ് പോയി കഴിഞ്ഞ ശേഷമല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ, ആ ഒരു ടൈം കൊണ്ട് എനിക്ക് അടുത്ത എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ ഇവനിങ്ങനെ മൈൻഡിൽ തിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ബോസ് വന്നിട്ട് ഞാൻ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ബോസ് അവിടെ നിന്ന് പോവാണ്. ബോസ് അവിടെ നിന്ന് പോയ പാടെ തന്നെ ബാക്കിയുള്ള എംപ്ലോയീസ് എല്ലാം അവിടെ നിന്ന് അങ്ങ് പോവാണ്. നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാന്ന് പറയാം അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യും, കാരണം എന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നമുക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ വേണ്ടി വരുമ്പോഴേ നമ്മളെ റോക്കാണെങ്കിൽ ഫോണിൽ ഏതൊരു ബാൻഡിന്റെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. യുവമാരെ കണ്ട പാടെ തന്നെ നിങ്ങളാണെങ്കിൽ ഒരുമിച്ച് എവിടേക്കാണ് പോകുന്നത്, മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മുടെ റോക്ക് പറയുമ്പോഴേ കാരണമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുമിച്ച് പോകുന്നതിന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ സ്റ്റേ ചെയ്യുന്നത്, എന്നിട്ട് കൊള്ളാലോ ആച്ചി, എന്നിട്ട് ഇതുവരെ നീ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കിട്ടിയ ചാൻസ്, നിനക്ക് എൻ്റെ വീട്ടിൽ വരണോ എന്നാൽ പിന്നെ അങ്ങ് വന്നോളാൻ പറയുകയാണ്. ഇതേക്കുന്ന കാരണമെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. വീട്ടിലേക്ക് വരാനാ, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയും, അതൊരു ചെറിയ വീടാണല്ലോ എന്ന് പറയുമ്പോഴേ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഞാൻ അവിടെ സ്റ്റേ ചെയ്തോളാം, അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ വീടാണ്, നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും, അതേപോലെ തന്നെ ബാത്റൂമൊക്കെ ഒരെണ്ണേ ഉള്ളൂ, നിനക്കത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേ എല്ലാത്തിനും മറുപടി പറയുന്നത് കാരണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷാമ്പു പാർട്ടി തന്നെ വെക്കാം, ആദ്യമേ നമുക്ക് വെച്ചൊന്ന് ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നേരും അവിടെ നിന്ന് പോവാണ്. അടുത്ത സീന് കാണിക്കുന്നത് ജിൻഡയാണ്. ജിൻഡ ആകെപ്പാട് വേഷമൊക്കെ മാറിയിട്ട് മിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ആരും കാണാതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മിന്നെ അവിടേക്ക് വരികയാണ്. മിന്നെ അവിടേക്ക് വന്ന പാടെ തന്നെ മനേ ജിൻഡ എന്തവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് കേൾക്കുന്ന ജിൻഡയാണെന്നുണ്ടെങ്കിൽ അയ്യോ പിടിച്ചല്ലോ ഇനിയിപ്പോൾ എന്തോ ചെയ്യും, അതൊന്നുമില്ല ഞാനിവിടെ എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് ചെറുതായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അതുകൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേ മിന്നാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വർക്കൊക്കെ ഉണ്ടെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ അവൻ പിന്നെയും ചോദിക്കുമ്പോഴേ അതോ ഐഡിയൽസിനെ പറ്റിയൊക്കെ നോവൽ എഴുതാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴേ നമ്മുടെ മിന്നിൻ്റെ കൂടെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ റൈറ്ററാണോ സൂപ്പറാണല്ലോ ഡാൻസ് കളിക്കാൻ അറിയോ, എന്നാൽ പിന്നെ ഞങ്ങളോട് വന്ന് ഡാൻസ് കളിക്കാൻ പറയുമ്പോഴേ പെട്ടെന്ന് തന്നെ മിന്നാണെങ്കിൽ ഡാൻസ് ഒന്നും കളിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. മിന്നിൻ്റെ മുമ്പിൽ ആളാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിൻഡ ആണെങ്കിൽ ആര് പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്ന്, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കാണിക്കും ഞാൻ അതേപോലെ തന്നെ കാണിച്ചു തരാമെന്ന് പറയണേ. അങ്ങനെ ഈ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ
ഓരോരുത്തരായിട്ട് ഓരോ ഡാൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ ഡാൻസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ ഈ മാങ്ങ ഒരു ചെറിയ കുത്തില്ലേ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഫൈനലി ഒരു പയ്യനെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ നേരെ നടുപിടിച്ചങ്ങ് താഴത്തേക്ക് വന്നങ്ങ് വീഴുകയാണ്. അതേസമയം ഇവിടെ മൂന്നുപേരും കൂടി പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആച്ചിക്ക് വേണ്ടിയിട്ട് റോക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആച്ചിക്ക് അത് ഊതി ഊതി തണുപ്പിച്ചിട്ട് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇത് സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ്. ഇതേക്ക് നമ്മുടെ കാരണം പിന്നെ സഹിക്കത്തില്ലല്ലോ. അവനാണെന്നുണ്ടെങ്കിൽ ജലസ് കയറി അങ്ങേയറ്റത്ത് പോയി നിൽക്കുകയാണ്. സൂപ്പറായിട്ടുണ്ടോ എന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി തരാമെന്ന് പറയണേ. ഇത് കേട്ട പടം തന്നെ നമ്മുടെ കാരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കിയിട്ട് ആച്ചി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ റോക്കാന്നുണ്ടെങ്കിൽ കരൺ എനിക്ക് കൂടി ഇട്ടുകയെന്ന് പറഞ്ഞിട്ട് അവൻ ബൗളൊന്നും ഇട്ടുന്നുണ്ട്. ഒന്നാമത് കരണമെന്നുണ്ടെങ്കിൽ ജലസ് കയറി നിൽക്കല്ലേ, അവനാന്നുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇട്ട് കഴിച്ചാൽ മതിയാണെന്ന് പറയണേ. ഇത് കേട്ട പാടെ തന്നെ നമ്മൾ റോക്കാന്നുണ്ടെങ്കിൽ തന്നെ ഇട്ട് കഴിക്കുകയാണ്. ആച്ചിയാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആച്ചിയും കണ്ണും കൂടി ഫുഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ രണ്ടൊരു കൈ തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൻ്റെ മൈൻഡിൽ ആച്ചി ഇങ്ങനെ വേറെ ആരെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അവൻ എന്നെ മാത്രമേ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഇവന് ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ അറിയോ? ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഇവന് ജലസ് കയറിയെന്നാണ് തോന്നുന്നത്. ജലസ് ആവുന്ന ടൈമിൽ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ അവന് മനസ്സിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ റോക്കാണെങ്കിൽ ഒരു പാട്ടങ്ങ് പാടുവാണ്. പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ നിനക്ക് പാട്ടൊക്കെ പാടാനറിയോ? ഞാൻ പാട്ട് പാടി എന്താ കുഴപ്പം, ഞാനിപ്പോഴും യങ്ങായിട്ടുള്ള ബാൻഡല്ലേ. നിനക്കൊരു കാര്യം അറിയാമോ, ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഇത് കേട്ട പാടത്തിന് ആശയാന്നുണ്ടെങ്കിൽ ബാൻഡ് ഉണ്ടായിരുന്നോ, സൂപ്പറാണല്ലോ, കാണിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മൾ റോക്കാന്നുണ്ടെങ്കിൽ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബാൻഡ് ഉണ്ടോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇപ്പം അങ്ങനെ ബാൻഡൊന്നും ഇല്ല, ഞങ്ങളത് ക്വിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ആച്ചി ചോദിക്കുന്നുണ്ട് അതിനുള്ള റീസൺ എന്താണെന്ന്. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞങ്ങൾ ബോറടിച്ച് അതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തെന്ന്. അതിനുശേഷം നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് കാലിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ റോക്കിൻ്റെ മൈൻഡിൽ ആക്ച്വലി ഞങ്ങളത് വേണമെന്ന് വെച്ച് ക്വിറ്റ് ചെയ്തതല്ല, പക്ഷേ ആ ഒരു ബാൻഡിൽ ഞങ്ങൾക്ക് ഫ്യൂച്ചർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്രയും നാളെ ഞങ്ങൾ ആ ഒരു ബാൻഡ് കൊണ്ടുവന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ക്വിറ്റ് ചെയ്തതെന്നൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റോക്ക് നല്ല ഉറക്കത്തിലാണ്. അവന് പുതപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ആച്ചി നേരെ വരുന്ന കരൻ്റെ അടുത്തേക്കാണ്. കരണ്ടാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് റോക്ക് നല്ല ഉറക്കത്തിലാണ്. എനിക്ക് അവനെ പറ്റി ആലോചിച്ചിട്ട് വിഷമമുണ്ട്. അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാൻഡിൻ്റെ കാര്യം, ആക്ച്വലി അവൻ ഇപ്പോഴും അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടില്ലാന്ന്. ഇവനിങ്ങനെ റോക്കിനെ പറ്റിയിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ കരണാണെങ്കിൽ അവൻ്റെ ഇമോഷൻസിനെ അടക്കി വെക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ആച്ചയുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. ആച്ചി എന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ കരൻ്റെ മൈൻഡിൽ ആച്ചയിലെ വേറെ ഒരാളെ പറ്റി ഇത്ര ഇമോഷണൽ ആവുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ബാഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്തിനാ ഇത്ര അധികം അപ്സെറ്റ് ആവുന്നതെന്നൊക്കെ അവൻ്റെ മൈൻഡ് ഇങ്ങനെ തിങ്ക് ചെയ്ത് നിൽക്കുമ്പോൾ ആച്ചയാണെന്നുണ്ടെങ്കിൽ കരൺ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കരണ് ബോധം വന്നിട്ട് അതോ ഞാൻ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. ആശയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആക്ച്വലി അവന് നല്ല വിഷമമുണ്ട് കരണ്ട് ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന കാര്യത്തിൽ. അങ്ങനെ പിറ്റേ ദിവസം മൂന്നുപേരും കൂടി ഓഫീസിലേക്ക് പോകേണ്ടി ഇറങ്ങുമ്പോൾ റോക്കാണെങ്കിൽ എനിക്ക് നിൻ്റെ വീട്ടിലെ ബെഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ എന്തായാലും ഇനി ഇവിടെ വന്ന് താമസിക്കുമെന്നൊക്കെ നമ്മൾ ആച്ചയെടുത്ത് പറയുമ്പോൾ ആച്ചയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാമെന്ന് പറയണം. അങ്ങനെ മൂന്നുപേരും കൂടി ബോട്ടിലേക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ ആദ്യം കയറുന്ന നമ്മുടെ റോക്കാണ്, പിന്നെ കയറുന്ന ആച്ചയാണ്. കരൺ കയറാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടിൽ ആള് ഇപ്പം തന്നെ സ്ഥലം ഫുള്ളായിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ട്രിപ്പ് വരാൻ പറയാനേ. ഇത് കേട്ട പാടെ തന്നെ ആച്ചയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി പോകണം, ഞാൻ കരണ്ടൂടെ വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ ആച്ചി പെട്ടെന്ന് പിടിച്ചു കയറ്റി. നിനക്ക് ഓർമ്മയില്ലേ ഇന്ന് 8 മണിക്ക് നമുക്കൊരു ഷൂട്ടിംഗ് ഉണ്ട്, ഇന്ന് പ്രോഡക്റ്റിന് ഒരു പ്രൊമോഷൻ നടക്കുന്ന ദിവസമാണ്, പയ്യ അവിടെ എപ്പോഴേ വന്നതാണ്, നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ അയ്യോ അത് ശരിയാണല്ലോ എന്ന് പറയണേ. ഇതേക്കുന്ന കാരണമാണെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ, ഞാൻ അടുത്ത ട്രിപ്പ് വന്നോളാന്ന് പറയണേ. അപ്പൊ തന്നെ ബോട്ട് ഓടുന്ന് പോകുന്നുണ്ട്. ആച്ചയാന്നുണ്ടെങ്കിൽ ഒരുമാതിരി നമ്മൾ കരണ്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കരണ്ട് ഭയങ്കര വിഷമത്തോടെ തന്നെ ആച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കൊണ്ട് നിർത്താം. സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.